പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രദ്വാര അഥവാ മറ്റ് മാധ്യമങ്ങൾ കൂടി നിങ്ങൾ വായിച്ചു കാണും. ടൂറിലെ കർത്താവിന്റെ ശവശരീരത്തെ മൂടിയിരുന്ന ആ വസ്ത്രം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. നിങ്ങൾക്കറിയാം, യേശുനാഥൻ ഈ ലോകം വിട്ടുപിരിഞ്ഞപ്പോൾ തന്റെ 3 വസ്ത്രങ്ങൾ ഭൂമിയിൽ അവശേഷിപ്പിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യേശുവിന്റെ ശവശരീരത്തെ മൂടിയിരുന്ന പൊതിഞ്ഞിരുന്ന ആ കച്ച. രണ്ടാമത്തേത് ആ ശവകുടീരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ തലയിൽ ചുറ്റിയിരുന്ന വസ്ത്രം. നമ്മൾ അത് ബൈബിളിൽ വായിക്കുന്നുണ്ട്. പത്രോസും യോഹന്നാനും ആ ശവകുടീരത്തിൽ കയറി യേശുവിനെ കണ്ടില്ല, ശൂന്യമായ കല്ലറ കണ്ടു. അവിടെ കണ്ടത് അത് ഈ 2 വസ്ത്രങ്ങൾ ആണ്. അതിന്നും സൂക്ഷിച്ചിട്ടുണ്ട്. അത് തലയിൽ ചുറ്റിയ വസ്ത്രം സൂക്ഷിച്ചിരിക്കുന്നത് സ്പെയിനിൽ ഒവിയാദോ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ വേറൊരു വസ്ത്രമുണ്ട്. ഈശോയുടെ സഹനയാത്രയിൽ, കുരിശിലേക്കുള്ള സഹനയാത്രയിൽ ഭക്തയായ വെറോനിക്ക ഒരു ടവൽ കൊണ്ടും മുത്തിച്ചപ്പോൾ കിട്ടിയ യേശുവിന്റെ മുഖം. അതും ഇറ്റലിയില് മെനോപ്പൊളോ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഇത് 3 കാണുവാനും അവിടെ പോയി പ്രാർത്ഥിക്കാനും തമ്പുരാൻ യേശു എനിക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് പരിശോധിച്ച ശാസ്ത്രജ്ഞന്മാര് യേശുവിന്റെ രക്തത്തിന്റെ ഗ്രൂപ്പ് നിർണയിച്ചത് AB പോസിറ്റീവ് എന്നാണ്. അതുകൊണ്ടാണ് 123ഓളം വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളിൽ വീഞ്ഞു തുള്ളികൾ രക്തമായി മാറുന്നതിനെ പരിശോധിച്ചപ്പോൾ അവർ കണ്ടത് 6 രക്തം, അതാ വിശുദ്ധ കുർബാനയിൽ വീഞ്ഞ രക്തമായത് AB പോസിറ്റീവ് ആയിരുന്നുവെന്ന്. അപ്പൊ ക്രിസ്തുവിന്റെ തന്നെ രക്തം. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അത് ഗ്രൂപ്പ് നിർണയിച്ചത് എന്ന്. ശാസ്ത്രമേറെ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ആ വസ്ത്രങ്ങൾ 3 ഒരേ ടൈപ്പാണ്. എവിടെ നിന്ന് വന്നു, ആരുണ്ടാക്കി, ഈ വസ്ത്രത്തിൽ എങ്ങനെ ഈ പാടുകൾ പതിച്ചു? പ്രത്യേകിച്ച് ടൂണിലെ ആ കച്ച, നീണ്ട കച്ച, അതിൽ പതിഞ്ഞിരിക്കുന്നത് യേശുവിന്റെ മുൾമുടിയുള്ള തല, അതുപോലെ കൈകളും കാലുകളും ആണിപ്പഴുതോടുകൂടെ, നെഞ്ചത്ത് കുന്തം കൊണ്ട് കുത്തിയ പാട്, ശരീരത്തിലെ എല്ലാ മുറിവുകളും പതിഞ്ഞിട്ടുണ്ട്. അത് പഠിച്ച പണി 18 നോക്കി ശാസ്ത്രജ്ഞന്മാർ ഇത് വരച്ചതാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ കൃത്രിമത ഉണ്ടോ എന്ന് അല്ല എന്ന് മനസ്സിലായി. ഏറെയേറെ പരിശോധനകൾക്ക് ശേഷം അവർ ചെന്നെത്തിയത് യേശുവിന്റെ ശരീരത്തിൽ നിന്ന് പ്രശോഭിച്ച ആ പ്രകാശം, കൃപയുടെ പ്രകാശം എന്ന് ഞാൻ പറയും, അതിൽ പതിച്ചതാണ് അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ സഹിക്കുന്ന ആ രൂപം. അത് രൂപം ഞാൻ പറയില്ല, ആ പതിച്ഛായ. അതായത് ശരീരത്തിലെ ആ രക്തത്തിന്റെയും ആ മുറിവിന്റെയും ആ വിയർപ്പിന്റെയും ആ മാംസത്തിന്റെയും പ്രകാശ കിരണങ്ങൾ ഈ തുണിയെ തട്ടി. അതുപോലെ കുരിശിലേക്ക് പോയപ്പോഴും ഏറ്റവും ക്ഷീണിതനായി അവശനായി രക്തം ചിന്തിപ്പോകുന്ന ആ സമയത്ത് ആ തുവാല കൊണ്ട് തൊട്ടപ്പോൾ ആ മുഖം പതിഞ്ഞത്. അതാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം, അച്ഛന്മാരുടെയോ മെത്രാന്മാരുടെയോ കണ്ടുപിടുത്തം അല്ല. ആ ശാസ്ത്രജ്ഞന്മാരിൽ ചിലര് അവിശ്വാസികൾ ആയിരുന്നു പോലും. ചിലരൊക്കെ ഇതുവഴിയാണ് ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ഈ അടുത്തിടയിൽ, അതായത് ദീപിക പത്രം ഏപ്രിൽ 5 പ്രസിദ്ധീകരിച്ച ഒരു കുറിപ്പ്, ഇതെല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു. ദീപിക പത്രമാണ് എന്റെ കയ്യിലെത്തിയത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒരു വിഷയം നിങ്ങൾ വായിച്ചു കാണും.
ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ന്യൂസ് വത്തിക്കാൻ സിറ്റിയിൽ നിന്നാണ്. വത്തിക്കാൻ സിറ്റി. ഈശോയുടെ മൃതദേഹം പൊതിഞ്ഞിരുന്ന കച്ച എന്ന വിശ്വാസികൾ കരുതിപ്പോരുന്ന ടൂറിനിലെ തിരുക്കച്ച എന്ന പേരിൽ അതിപ്രശസ്തമായ ലിനൻ തുണിക്ക് ഇന്ത്യൻ ബന്ധമുണ്ടെന്ന് പുതിയ പഠന റിപ്പോർട്ട്. 4.4 മീറ്റർ നീളവും 1.1 മീറ്റർ വീതിയുമുള്ള ഈ തുണിക്ക് ഇന്ത്യൻ പശ്ചാത്തലമുണ്ടാകാമെന്നാണ് പുതിയ DNA പരിശോധനകൾ സൂചിപ്പിക്കുന്നത് എന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഇറ്റലിയിലെ പാദുവ യൂണിവേഴ്സിറ്റി ജനിതക ശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിയാനി ബർക്കാഷിയ ലോകപ്രശസ്ത ശാസ്ത്ര മാസികയായ നേച്ചർ സയന്റിഫിക് റിപ്പോർട്ട്സിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഈ ഗവേഷണ റിപ്പോർട്ട് ഓൺലൈനിൽ ലഭ്യമാണ്. പുരാതന ഇന്ത്യയിലെ സിന്ധു നദീതട മേഖലയിൽ നിന്നുള്ള നൂലുകളാണ് തിരുക്കച്ചയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച തുണിയായിരിക്കാമെന്നും ഗവേഷകർ അനുമാനിക്കുന്നു. സിന്ധു നദീതര സംസ്കാരത്തിന് യേശുവിന്റെ കാലഘട്ടത്തിലെ മറ്റു പ്രധാന പ്രാചീന നഗരങ്ങളുമായി ശക്തമായ വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പുരാതന വസ്തു ഗവേഷണങ്ങൾ ഇത് ശരിവയ്ക്കുന്നുണ്ട്. റോമാക്കാർ പ്രാചീന ഇന്ത്യയിൽ നിന്ന് ലിനൻ തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ഇത്തരത്തിൽ ഒരു തുണിയായിരിക്കാം ഈശോ മിശിഹായുടെ മൃതദേഹം പൊതിയാൻ ഉപയോഗിച്ചതുമെന്നുള്ള വിശകലനങ്ങളിലേക്കാണ് പുതിയ പഠനം എത്തിക്കുന്നത്. ടൂറിനിലെ കച്ചയുടെ പ്രത്യേകത ചാട്ടവാറടി ഏൽക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയുടെ പൂർണ്ണമായ ചിത്രം അതിൽ പതിഞ്ഞിരിക്കുന്നു എന്നതാണ്. 1978 തിരുക്കച്ചയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിൽ അതിലെ മനുഷ്യ DNA ഏകദേശം 55.6% പശ്ചിമ ഏഷ്യക്കാരുടേതും 38.7% ഇന്ത്യക്കാരുടെയും 5.6% യൂറോപ്യന്മാരുടേതുമാണ് എന്ന് പാദുവ സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തി. ജെറുസലം ദേവാലയത്തിൽ യോം കിപ്പൂർ തിരുനാളിനോടനുബന്ധിച്ച് പ്രധാന പുരോഹിതൻ അണിഞ്ഞിരുന്ന അലങ്കാര വസ്ത്രം ഇന്ത്യൻ നിർമ്മിതമായിരുന്നുവെന്ന് ആദാ ഗ്രോഷി എന്ന പലയോഗ്രാഫി ശാസ്ത്രജ്ഞൻ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. 2015 ജിയാനി ബാക്കാഷിയും വിവിധ യൂണിവേഴ്സിറ്റികളിലെ ഗവേഷകരും ഈ ലിനൻ വസ്ത്രത്തിൽ ഇന്ത്യയുമായി ബന്ധമുണ്ടാകാമെന്ന ആശയം മുന്നോട്ട് വച്ചത്. ഇതേ വിശകലനം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹവും സംഘവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക് മെഡിസിനിലെ വിഖ്യാത പ്രൊഫസറായ പിയർ ലൂയിജി തിരുക്കച്ചയിൽ ഗവേഷണം നടത്തുകയും AB ഗ്രൂപ്പിൽപ്പെട്ട മനുഷ്യ രക്തത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് 1980 സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇരുവാഴ്ച ശേഷമാണ് ഈ തലക്കെട്ട് ഈ വീഡിയോയ്ക്ക് ഞാൻ കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഈ 3 വസ്ത്രങ്ങളും അതിശയകരമായത്. എന്തുകൊണ്ടുണ്ടാക്കി? ഏത് നൂലാണ്? ഏത് രാജ്യത്തു നിന്നാണ്? ഇതൊക്കെ ഒരിടത്തും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അടുത്ത കാലം വരെ, ഈ പഠനം വരുന്നതുവരെ ഈജിപ്തിൽ നിന്ന്, അന്നൊക്കെ ഈജിപ്തിൽ പ്രത്യേകമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഏറെ പുരാതന വസ്തുക്കൾ ഇപ്രകാരമുള്ള നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കിയെന്ന് ഈജിപ്തിലായിരുന്നു. ഈജിപ്തിലെ പിരമിഡിനെ പറ്റി നമുക്കറിയാം. 1000 വർഷങ്ങൾ പഴക്കമുള്ള ശവശരീരം പിരമിഡിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അവിടെ ഇതുപോലെ കൗശലങ്ങൾ പലതും, ആ വിശിഷ്ടമായ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ രാജാക്കന്മാരും രാജ്ഞികളും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ഇന്ത്യൻ സിൽക്ക് അത് അന്നും ഉണ്ടായിരുന്നു. കാശ്മീർ സിൽക്ക് പ്രസിദ്ധമായിരുന്നു. അതൊക്കെ അന്ന് ഇറക്കുമതിയും കയറ്റുമതിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം. ഇനിയും ഈ പ്രത്യേക തരം തുണി
നൂലുകൊണ്ടാണ്, പഞ്ഞുകൊണ്ടാണ്, ആട്ടിന്റെ രോമം കൊണ്ടാണ്, കമ്പിളി കൊണ്ടാണ്, യാതൊന്നും മനസ്സിലാക്കാൻ ഒരു ശാസ്ത്രജ്ഞനും ഇന്നുവരെ അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അതിവിശിഷ്ടമായ ഈ പ്രത്യേകമായ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യുണീക് ക്ലോത്ത്, ഏക തുണി ഇന്ത്യയിൽ ആയിരുന്നു, ഇന്ത്യൻ നിർമ്മിതമാണ് എന്ന് ഇതാ ശാസ്ത്രം തെളിയിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സ് വരുന്നത്, കുറെ നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടു, നിങ്ങൾ കേട്ട് കാണുമത്. ആ ഇന്ത്യ മഹാരാജ്യം യേശുക്രിസ്തുവിന്റെ ആത്മാവാൽ നയിക്കപ്പെടുമെന്നാണ്. ഞാനിവിടെ കാണുന്നത്, നമുക്കറിയാം നമ്മുടെ ഭാരതം വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിർത്തി പ്രശ്നങ്ങൾ, അത് ഉള്ളിൽ തന്നെ വംശങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലുള്ള ശണ്ഠയും പോരാട്ടവും, ഏറെയധികം രക്തച്ചൊരിച്ചിലും, അതുപോലെ പാവപ്പെട്ടവരും കുബേരന്മാരും തമ്മിലുള്ള അകൽച്ചയും, അതായത് വിടവും, ഏറെ പേർ പട്ടിണി കിടക്കുന്നു. എന്നാൽ ഏറെ പേർ കുശാല രാജകൊട്ടാരങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നു. ഇങ്ങനെ അനേകം പ്രശ്നം, അതിനോടൊപ്പം പല സാംക്രമിക രോഗങ്ങൾ, പട്ടിണിക്കൊപ്പം. അപ്പൊ ഇതെല്ലാമുള്ള ഒരു രാജ്യം. ഈ രാജ്യത്തെ യേശുവിന്റെ തിരുവസ്ത്രം മൂടി സംരക്ഷണം നൽകും എന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നതും അതുതന്നെയാണ്. പലപ്പോഴും ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദിവസമില്ല, ചിലപ്പോൾ മണിക്കൂറുകൾ ഞാൻ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ കാണുന്ന ഈ വാർത്ത വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് വല പോലെ ഏതോ പ്രക്ഷോഭിക്കുന്ന വളരെ നേർത്ത ഒരു തുണി യേശു വല വീശുന്ന പോലെ ഇന്ത്യക്ക് മുകളിൽ വീശുന്നതാണ്. കണിശുമാറ്റാന്നൊക്കെ ഞാൻ പറഞ്ഞു എന്റെ മനസ്സുകൊണ്ട്. അത് കൃപയുടെ വലയാണ്. ദൈവകൃപ ഇന്ത്യയിലേക്ക് കർത്താവ് വർഷിച്ച് ഇന്ത്യയെ കാത്തുകൊള്ളുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാലും വിവിധ യുദ്ധങ്ങൾ നടക്കുന്നു. നമുക്കറിയാം, ഇന്ത്യ ശാന്തമാണ്. ഇന്ത്യയിൽ യുദ്ധം വ്യാപിച്ചിട്ടില്ല. കണിശുമായിട്ടും നമ്മളെല്ലാം പരസ്പരം ബന്ധിതരായതുകൊണ്ട് അതിന്റെ ക്ലേശങ്ങൾ നമ്മൾ കൂടി സഹിക്കുന്നു. നികുതി കൂട്ടി, സാധനങ്ങൾക്ക് വില കൂട്ടി. നേരിട്ടിവിടെ ഒരു യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തും ഉണ്ടായില്ല. കുറെ നമ്മുടെ ആളുകൾ പട്ടാളത്തിൽ ബ്രിട്ടീഷുകാരോട് പോയി ചത്തു, മരിച്ചു. എന്നാൽ നേരിട്ടൊരു യുദ്ധം ഇവിടെ നമ്മുടെ അയൽക്കാരുമായിട്ട് ചെറിയ യുദ്ധങ്ങൾ, പാകിസ്ഥാനുമായിട്ടോ അല്ലെങ്കിൽ ചൈനയുമായിട്ടുണ്ടായിട്ടുള്ള അല്ലാതെ ഭാരതം ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. ആ കാത്ത് സംരക്ഷിച്ചത് ഞാൻ പറയും കർത്താവിന്റെ കൃപ, യേശുവിന്റെ കൃപ. ഇപ്പോൾ എനിക്ക് വ്യക്തമായി അത് ഈശോയുടെ മേലങ്കിയാണ് അത് ഭാരതത്തെ പൊതിഞ്ഞിരിക്കുന്നത്. പ്രിയ ഭാരതീയരെ, നിങ്ങളേത് മതത്തിലോ ജാതിയിലോ വിശ്വാസത്തിലോ പെട്ടവരായിരിക്കട്ടെ, ഒരു കാര്യം സുനിശ്ചിതം, യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് നിങ്ങളെ അദൃശ്യമായ കരങ്ങൾ കൊണ്ട്, നമുക്കാർക്കും അത് കാണാൻ മേലാത്ത കരങ്ങൾ കൊണ്ട്, കണ്ണു കണ്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ കൃപ യേശുവിലൂടെ വർഷിച്ചാണ്. ആ വർഷം അനുഭവിക്കണം. ഇനിയും തുടർന്നും അതുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അടുത്ത നാളിൽ വീഡിയോകളിൽ പറഞ്ഞത്, മരത്തിനും ഉപരിയായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ ആന്തരിക കണ്ണുകൾ കൊണ്ട് കാണും. നിന്റെ ആന്തരിക മനുഷ്യന്റെ ഹൃദയം തുറന്നു കൊടുക്കൂ, അവനെ സ്വീകരിക്കൂ. അവനാണ് ഏകരക്ഷകൻ, അവനാണ് ഏക രാജാവ്, ഏക കർത്താവ്. അതിന് നമുക്ക് വേണ്ടത് അവനോടുകൂടിയായിരിക്കാൻ നമുക്ക് വേണ്ടത്, അവൻ കൊണ്ടുവന്ന എല്ലാ കൃപയും അനുഭവിക്കുവാൻ നമുക്ക് വേണ്ടത് നിശ്ചയമായിട്ടും മാനസാന്തരം, മനപരിവർത്തനമാണ്, മതപരിവർത്തനം അല്ല. അത് സംഭവിക്കട്ടെ ഏറെ ആളുകൾക്ക്. അങ്ങനെ ഇന്ത്യ മഹാരാജ്യം ലോകത്തിൽ മുഴുവൻ മാതൃകാപരമായ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമായി തീരട്ടെ. അതിന്റെ പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ്. അത് ഞാൻ മരിച്ച ശേഷമെങ്കിലും അത് സംഭവിക്കും എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് എന്റെ മാതൃഭൂമിയെ ഞാൻ കാണും. അത് യേശുക്രിസ്തുവിന്റെ കൃപ നിറഞ്ഞ ഇന്ത്യയെ ഞാൻ കാണും. ആ ജനങ്ങളെയും കാണും. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം.
ഇത് കേട്ട നിങ്ങൾ ഓരോരുത്തരെയും ഞാനിപ്പോൾ സമർപ്പിച്ച് ആശീർവദിക്കുന്നു. കാരണം ഇവിടെ കർത്താവ് നിശ്ചയമായിട്ടും ഇത് കേൾക്കുന്നത് മലയാളികളെങ്കിലും ഈ വാർത്ത മറ്റ് ആളുകളും മനസ്സിലാക്കും എന്നെനിക്കറിയാം. കാരണം ഇവിടെ കർത്താവ് ഈ നിമിഷം അനുഗ്രഹം വർഷിക്കണമേ, ഭാരതത്തെ കാത്തുകൊള്ളണമേ, പ്രത്യേകമായ വിധം സംരക്ഷണം കൊടുത്ത് കാത്തുകൊള്ളണമേ, ശത്രുക്കളിൽ നിന്ന്, പോരാട്ടത്തിൽ നിന്ന്, യുദ്ധത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ, സാംക്രമിക രോഗങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഇന്നത്തെ അരിശാവസ്ഥയും അതുപോലെ പഞ്ഞവും പടയും വസന്തയും മാറി കഥാ പണ്ട് കാലത്ത് എത്രമാത്രം തലയുയർത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നുവോ, യേശുവിന്റെ കാലത്ത് ഇന്ത്യ ഒരു വലിയ രാജ്യമായിരുന്നു. ഏറെ രാജ്യങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു, യഹൂദരുമായും ബന്ധമുണ്ടായി. അങ്ങനെയാണല്ലോ ഇപ്പോഴും ആ ബന്ധം അത് ഇന്ത്യ സംരക്ഷിച്ചു പോകുന്നത്. എപ്പോഴും ഇസ്രായേൽ പൊക്കി പറയുന്ന ഇന്ത്യയെ പറ്റിയാണ്. ആ പഴയ ആ ഇന്ത്യ, അന്ന് ദൈവകൃപയിലായിരുന്ന ഇന്ത്യ, ആ കൃപയിലാകുവാനുള്ള കാരണവും ഇപ്പോൾ കണ്ടുപിടിച്ചു. അത് അനാദ്യം മുതൽ ജീവിക്കുന്ന യേശു അത് തന്റെ കൃപയുടെ വസ്ത്രം കൊണ്ട് ഇന്ത്യയെ ധരിപ്പിച്ചിരുന്നു. ഞങ്ങൾ അവിടുത്തെ ജനങ്ങളാണ്. അനുഗ്രഹിക്കണമേ കർത്താവേ. ഞാനിപ്പോൾ നിങ്ങളെല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു. അവന്റെ തിരുവസ്ത്രം ഭൂമിയിൽ അവശേഷിപ്പിച്ചു. ആ വസ്ത്രത്തിന് കീഴിലാണ് ഇന്ത്യ മഹാരാജ്യം. നാം ഇന്ത്യക്കാർ. ആമേൻ.